ऐं ह्रीं श्रीं जटाटवीगलज्जलप्रवाहपावितस्थले घरेवलम्ब्य लम्बिताम्बुजं कमलिकाढमड्ढमड्ढमड्ढमन्दिनादमड्ढमर्वयं चकार चण्डताण्डवं तनोतु न शिव शिवम् शिवम्
സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതായത് പിന്നെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും ഈ ക്ഷേത്രം ഭയങ്കര ബന്ധമാണ്. അത് കടിശർക്കര ഈ 2 ക്ഷേത്രം കേരളത്തിൽ, തിരുവനന്തപുരത്ത് പത്മനാഭ ക്ഷേത്രം മടേക്കാവും. പിന്നെ ഈ അമ്മയുടെ വന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇത് കടലാണ്, ആഴി ഏറ്റവും കടലുണ്ടായി. അങ്ങനെ തളിപ്പറമ്പ് രാജരാജേശ്വരം അമ്പലത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വലമ്പരി ശങ്കിൽ നിന്ന് അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ ഇവിടെ വന്നത്. അത് തറച്ചു. ആ തറച്ച കടക ഈ ഒരു പോകാൻ മുമ്പിൽ ഒരു വിറയും അങ്ങനെയാണ് പന്തീരടി പൂജ. രാവിലെ ഉഷപ്പൂജ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പന്തീരടി പൂജ, പിന്നെ വൈകുന്നേരം പൂജ. അപ്പോൾ ഈ കോവിഡിൻ്റെ അവസരത്തിൽ ഇപ്പം രാവിലെ തന്നെ ഈ പൂജയിലാക്കിയിട്ടാണ് ആളുകൾ ഈ പിന്നെ കൂട്ടം കൂടാതെ ആരോഗ്യവകുപ്പ് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട്. മുമ്പിട്ട് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നില്ല, അത് ഈ കോവിഡ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് തൽക്കാലം നിർത്തി. ഇനിയിപ്പം കുറച്ചുകൂടെ ആളുകൾ വരാൻ നോക്കിയിട്ടുണ്ട്. അതെ അതെ. ഇവിടെ ഇപ്പോൾ എത്ര ശാന്തിമാറുണ്ട്? ഇവർ നാലില്ലക്കാർ ഇവർ താവഴി പറയുന്നുണ്ട്. അത് മാറി മാറി വരുന്നതാണ്. ഒരാൾക്ക് 1 മാസം ശാന്തി ഉണ്ടാവും, പിന്നെ ചിലർക്ക് 4 ദിവസം ഉണ്ടാവും, ഒരാൾക്ക് 8 കൊല്ലം കൂടി ചെല്ലാം. അതൊക്കെ അവരെ പാരമ്പര്യമായിട്ട് പരമ്പരാഗതമായിട്ട് വർദ്ധിച്ചു വരുന്നവർ ചില ഇല്ലത്തിൻ്റെ വിഭജനം നടക്കുന്ന സമയത്ത് ചിലതില്ലം വിഭജിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ശാന്തി കിട്ടും. ഇത് 4 അവരായിട്ട് അധികാരം 4 ഇല്ല. ഇവിടെ എത്ര മൂർത്തികൾ ഇരിക്കുന്നുണ്ട്? ഇവിടെ ഇതിന് എടുത്ത ഭഗവതി, പിന്നെ ശിവനുണ്ട്. പിന്നെ ശിവൻ മെയിനായിട്ട് നേരെ ശിവനെ കാണുന്നത്. ക്ഷേത്രപാലം ശാസ്താവ് അല്ലേ? എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യം തന്നെ. എല്ലാവർക്കും ശേഷം ദീപിനെ കാണാൻ അങ്ങനെയുണ്ടല്ലേ? മറ്റെല്ലാം നേരിട്ട് കാണല്ല. അതെ അതെ, ഇടുങ്ങിയതായതുകൊണ്ട് അങ്ങനെ നിൽക്കണം. അതെ അതെ, എല്ലാവരെയും അനുവാദം പറ്റിയ ശേഷം അതെ കാണാം. അതെ അതെ, ആ ക്ഷേത്രം പിന്നെ അതല്ലേ ഇവിടെ പിന്നെ മധ്യമ മാർഗ്ഗമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. പിന്നെ നിങ്ങളെ പേരെന്താ? സഹദേവൻ പണിക്കർ. ഈ ഫോട്ടോണ്ട് ഇപ്പോഴത്തെ അവാർഡ് തെയ്യത്തിലെ അവാർഡ് വന്നിട്ടുള്ള ആളാണ്. ഭാഗ്യം നിങ്ങളെ കാണാൻ സാധിച്ചതിന് സന്തോഷം. പിന്നെ എവിടെയാണ് വീട്? 1.5 കിലോമീറ്റർ. ഇവിടുത്തെ എന്താ ക്ലർക്കാണ് അല്ലേ? 32 വർഷമായി. എന്തായാലും ഭഗവതിൻ്റെ അടുത്ത് തന്നെ ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതെ അതെ തന്നെ. അതെ ഭാഗ്യം കിട്ടി. പിന്നെ ഇവിടെ എത്ര ജീവനക്കാരുണ്ട്? നമ്മൾ നമ്മളെത്ര മൊത്തം ജീവനക്കാർ? ഹെൽക്കാർക്കാണ് 22 ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനെയുണ്ടല്ലേ? ഇല്ലല്ലേ? നമസ്തേ, വരാം. അപ്പം അങ്ങനെയാണല്ലേ? ബാക്കി വിശേഷ വിവരങ്ങൾ അതെ അതെ അതെ. വേണുസ്വാമിയാണ് പേര്. എവിടെയാ? താവം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താവം എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് അപ്പുറത്തായിരുന്നു. ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മുതലേ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ? ക്ഷേത്രത്തിന്റെ അങ്ങനെയല്ല, ഇത് പറയുമ്പം അതിന്റെ അധികം ആദ്യമേ പറയണ്ടേ. ക്ഷേത്രത്തിന്റെ പേര് ആദ്യം അറിയണം. അവിടെ വടുകുന്ത ശിവക്ഷേത്രം അല്ലേ? വടുകുന്തേശ്വര ശിവക്ഷേത്രം എന്നാണ് ഇതിന്റെ നാമധേയം. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
ഇത് പണ്ട് ടിപ്പുവിന്റെ കാലത്ത് അടിച്ച് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം നമ്മുടെ ഈ നാട്ടുകാരെ ഈ വെങ്ങര, മാടായി, അടുത്തില, താവം എന്ന് പറഞ്ഞ ദേശവാസികളുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ കുടികൊള്ളുന്നത്. ഈ ഇവിടെ ഈ മാടായിക്കാവും ഈ ക്ഷേത്രവുമായിട്ട് അപാര ബന്ധമുണ്ട്. എന്താ ബന്ധം? ഈ മാടായിക്കാവില് നമ്മളെ ഇതിന്റെ ഐതിഹ്യം പറയുന്നത് വെച്ചാൽ ഈ മാടായിക്കാവിലെ ഇത് അനിയത്തി, ഈ ഭഗവാന്റെ അനിയത്തിയാണ് മാടായിക്കാവിലെന്നും ഏച്ചി ചെറുകുന്ന് അന്നപൂർണേശ്വരി എന്നും ആങ്ങളെ കൃഷ്ണനും ചെറുന്നമ്പലത്തിലെ കൃഷ്ണനും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് മഹാക്ഷേത്രമാണ്. കേരളത്തിൽ 10 മഹാക്ഷേത്രം എന്നാണ് അറിയപ്പെടുക. അതിൻ്റെ ഒരു മഹാക്ഷേത്രമാണ് മാടായി വടുകുന്ത ശിവക്ഷേത്രം. ഈ ക്ഷേത്രം അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഞാൻ അച്ചപ്പൻ്റെ പരം കാടമ്മണിയാണി എന്ന് പറഞ്ഞ അച്ചപ്പൻ്റെ പരം ഒരു കുറേ വർഷം മുമ്പേ ഞാൻ വള്ളിയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാണുന്ന റോഡോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഈ പാറക്കേക്കൂടെ ഈ പാറ മുള്ളും ചവിട്ടിയിട്ട് ഇങ്ങനെ കാലും പോച്ചെടുത്തിട്ട് വെയിലത്ത് നട്ടോ പെരുന്ന വെയിലത്ത് ഓടിയിട്ട് വരണം. ഒരു കാലഘട്ടമായിരുന്നു അന്ന് കാലം. അങ്ങനെ അച്ചപ്പനപ്പുറം ഇതിൻ്റെ നിർമ്മാണത്തിന് ഞാനിവിടെ വന്ന് ആദ്യം മുതലേ ഇല്ല ഇതുവരെയില്ല കഥകളെല്ലാം നമുക്കറിയാം. പണ്ട് ഒരു വല്ലാത്തൊരു വലിയ സ്ഥലമാണ്, ഒരു ഭീകരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം. ആ സ്ഥലമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആരാ ചെയ്തത്? ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. ഇവിടെ സ്വയംഭൂവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതാണ് ഇവിടുത്തെ സ്ഥിതി വിശേഷം. മാടായിക്കാവിലെ കഥ എന്താ? മാടായിക്കാവിലെ കഥ എന്ന് പറഞ്ഞാൽ മാടായിക്കാവില് അവിടെ പിന്നെ ശാസ്ത്രീയ കർമ്മമാണ്, ശാക്തീയകർമ്മം. അവിടെ ആ കർമ്മമാണ്. ഇവിടെ ദേവകർമ്മമാണ്. ഇവിടുത്തെ അതെ, ഇവിടെ ദേവകർമ്മമാണ്. ഇവിടെ ബ്രാഹ്മണ കർമ്മമാണ്. അവിടെ അവരെ കർമ്മം ബംഗാളി. അതെ ബംഗാളി അല്ല, ഇവിടെ തന്നെയുള്ള സമുദായത്തിൽ. അതിനകത്ത് വേറെ എന്താന്ന് വെച്ചാൽ ഈ മാടായിക്കാവും ഈ നമ്മളെ ഈ വടുകുന്ന ശിവക്ഷേത്രമായിട്ടുള്ള ഇതിന്റെ ഐതിഹ്യങ്ങൾ. അനിയത്തിക്ക് കുളിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടുന്ന് ശിവലിംഗം എറിഞ്ഞ് തർപ്പിച്ച കുളമാണ് വടുകുന്ത തടാകം എന്ന് പറയും. അപ്പുറം കാണുന്ന വടുകുന്ത തടാകം എന്ന് പറയുന്നത്. ആ സ്ഥലത്തിന് അതെന്ന് പറഞ്ഞാൽ വളരെ പുരാണപരമായിട്ട് പണ്ട് കാലങ്ങളിൽ എൻ്റെ അമ്മ ഇവിടെ ഇതിൻ്റെ തായിൽ ചൈനാക്കളിയിൽ 50 പൈസക്ക് പണിയെടുത്ത ഒരു കാലഘട്ടത്തിൽ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇതിൻ്റെ ഉള്ളിലൊരു കിണറുണ്ട്. ആ കിണറെല്ലാം പണ്ട് ടിപ്പുവിൻ്റെ കാലത്തെല്ലാം മൂടിയിട്ടുണ്ടായിരുന്നു. കുറേ കല്ലെല്ലിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവരെല്ലാം ഇത് വൃത്തിയാക്കിയത്. പണ്ട് സാമൂഹ്യൻ്റെ കാലഘട്ടത്തിൽ അവരെല്ലാം ഇത് വൃത്തിയാക്കിയത്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ഇത് വൃത്തിയാക്കിയതെന്ന്. ഈ തടാകത്തിൽ, ഈ ഇപ്പുറം കാണുന്ന തടാകത്തിൽ പണ്ട് മുതലുണ്ടായിട്ടുണ്ട്. അമ്മ ഇല്ല, ഇപ്പോഴില്ല. അമ്മയെല്ലാം കണ്ടിട്ടുണ്ട് മുതലേനെ. അമ്മ പറഞ്ഞു എത്രയോ പ്രാവശ്യം അമ്മയെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ആൾക്കാർ വരുമ്പോൾ ഇത് വെള്ളത്തിലേക്ക് തുള്ളും, പിന്നെയും കയറി കരക്ക് കിടക്കും. പക്ഷെ അതിപ്പോൾ പോയി ഇപ്പൊ അത് എവിടെ പോയിന്നില്ല ഇപ്പൊ പറയാനില്ല. പണ്ട് കുറെ വർഷത്തിന് മുമ്പേ, ഒരു 10-30 വർഷത്തിന് മുമ്പേ ഇത് വൃത്തിയാക്കിനാണ്, തടാകം വൃത്തിയാക്കിനാണ്. ആ ചളി അതിൻ്റെ അകത്തുള്ള ചളിയെല്ലാം മാറ്റിയിട്ടെല്ലാം കൂടി വൃത്തിയാക്കി. പിന്നെയും അതേപോലെ തന്നെയാണ് അതിൻ്റെ വെള്ളം വന്നത്. അപ്പൊ ഒരിക്കലും അതിൻ്റെ അകത്ത് അത് നമ്മൾ കുറെ വണ്ടിയെല്ലാം ഇറക്കിയിട്ട് അതിനും കൂടെ അതിൻ്റെ ഉള്ളിൽ ചെറിയ കിണറുണ്ട്. പക്ഷെ അത് അതിന്റെ വെള്ളം ഇപ്പൊ 2 ആളെ വെള്ളത്തിൽ. അപ്പൊ ആ വെള്ളം വീണ് മരണപ്പെട്ടു. മുമ്പ് എനിക്ക് ഒരു കുട്ടി അങ്ങനെ മരണപ്പെട്ടു പോയി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ 1-2 സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്തും ഈ കിണറ്റിലെ വെള്ളം പറ്റൂല, ഈ കുളത്തിലെ വെള്ളം പറ്റില്ല. അതെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പുണ്യ തീർത്ഥ ഉള്ള ഒരു കുളമാണ് ഇവിടുത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഈ മാടായിക്കാവുമായിട്ട് ഒരു അപാര ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം, മാടായിക്കാവിലെ അമ്മ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. ഇവിടെ ഈ പൂരായം ഇവിടെ വരും. അത് അന്നത്തെ ഒരു ചടങ്ങ്. അത് നമ്മൾ പ്രത്യേകിച്ചായിട്ട് ഒരു പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് പ്രത്യേകിച്ചായിട്ട് ഒരു കാണേണ്ട ഒരു ചടങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് തിടമ്പും കൊണ്ട് ഇവിടത്തേക്ക് വന്ന് ഇവിടുന്ന് പൂരം കുളിയായിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തിലെ തടാകം, ഈ വടുകുന്ന തടാകം ഉണ്ടല്ലോ, ആ തടാകത്തിൽ നിന്നാണ് കുളിക്കുക. അപ്പോൾ കുളിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടുന്ന് വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി, പിന്നെ എന്നിട്ട് അച്ഛനെയും നോക്കി, അങ്ങനെ ഇവിടെ നോക്കി ഇവിടെ ശുദ്ധി വരുത്തി അവസാനം ഇവിടുത്തെ പൂജാരിയാണ് ഭഗവാന് അമ്മക്കില്ല ഭക്ഷണവും നിവേദ്യമെല്ലാം കൊടുത്തിട്ടാണ് അനിയത്തീനെ അവിടത്തേക്ക് കുളിക്കാൻ വേണ്ടി പറഞ്ഞയക്കും, കടാവിലേക്ക് പറഞ്ഞയക്കും. അത് വന്നിട്ട് രണ്ടാമത് ഇവിടുന്ന് ഈ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി അരിയിൽ എറിഞ്ഞ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് പിന്നെ രണ്ടാമത് തിരിച്ച് അങ്ങോട്ട് പോവുക, മാടായിക്കാവിലേക്ക് പോവുക. അങ്ങനെ ഒരു എന്നെക്കാട്ടിയും എൻ്റെ അറിവ് വെച്ചിട്ട് ഇങ്ങനെ, പക്ഷെ എന്നെക്കാട്ടിയും എത്രയോ പിന്നെ പ്രായം ഉള്ളതുകൊണ്ട് എന്നെക്കാട്ടിയും മുമ്പേ ഇല്ല അറിവില്ലവരുണ്ട്. അവരൊക്കെ ഇതിനെപ്പറ്റി കുറച്ചും കൂടെ വിശദമായിട്ട് അവർ പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടെ വിശദമായിട്ട് അവർ പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞുതരാൻ പറ്റിയ ഒരാളെ നമ്മളിങ്ങനെ ഭഗവതിയോട് ചോദിക്കുക. അപ്പൊ ആരാ പറഞ്ഞു തരിക എന്നുള്ളത്
അപ്പോൾ ഭഗവാൻ അങ്ങനെ ആയിരിക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ടാവുക. അതെ നിങ്ങൾ എത്തിച്ച് അതെ അതെ ഭഗവാൻ അതെ എത്തിച്ചിട്ടുണ്ടാവും. അതെ അപ്പൊ നിങ്ങളാണ് അതിന് ഭഗവാന്റെ മുന്നിൽ കാണിച്ചു തരാൻ നിയോഗിച്ചത്. ഞാൻ ഇതിന്റെ തുടക്കം മുതലേ ഇവിടെ ഉണ്ടല്ലോ അതെ ഭഗവാന്റെ അടുത്ത്. അതെ അതെ അതിനെ നിയോഗിച്ചതാണ്. അങ്ങനെ ആയിരിക്കും ഭഗവാന്റെ കൽപ്പന എന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എന്നാ ശരി, നമസ്തേ. ശരി.